ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സ് 6ാം ക്ലാസ്സിലെ മാത്സ് ആണ്. മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആവറേജ്, ശരാശരി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററായ ആംഗിൾസിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ ആവറേജ് അഥവാ ശരാശരി എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 22ലെ വർക്ക്സ് നമ്മൾ ഫുള്ള് എക്സ്പ്ലനേഷൻ സഹിതം കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 23 ആണ്. 23ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ആകെ 2 ചോദ്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് നോക്കാം. ആവറേജിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവറേജ് കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് ടോട്ടൽ ബൈ നമ്പറാണ്. ആകെ ബൈ എണ്ണം. ഈ ഒരു സൂത്രവാക്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് ഈ ചാപ്റ്ററിലുള്ളത്. തിരിച്ചും മറിച്ചൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഡ്യൂറിങ് ദ ഫോറസ്റ്റ് ഫെസ്റ്റ് സെലിബ്രേഷൻ 2 division of class 5 decided to plant trees as Harida club activity. 35 children of class 5A planted 245 saplings and 30 children of class 5B planted 240. On the basis of the average of saplings planted per grade, which division did better job? മലയാളത്തിലുള്ള നമുക്ക് വായിച്ചു നോക്കാം. വനമഹോത്സവത്തിൻ്റെ ഭാഗമായി ഹരിത ക്ലബിൻ്റെ നേതൃത്വത്തിൽ 5ാം ക്ലാസ്സിൽ 2 ഡിവിഷനിലെയും കുട്ടികൾ മരം വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചു. 5A ഡിവിഷനിലെ 35 കുട്ടികൾ ചേർന്ന് 245 തൈകളും 5B ഡിവിഷനിലെ 30 കുട്ടികൾ ചേർന്ന് 240 തൈകളും നട്ടു. ഒരു കുട്ടി നട്ട തൈകളുടെ ശരാശരി എടുത്താൽ ഏത് ക്ലാസ്സാണ് മെച്ചം? അപ്പോൾ നമ്മളിവിടെ 2 പ്രോബ്ലം ചെയ്യണം. അതായത് 5A ക്ലാസ്സിലെ കുട്ടികൾ നട്ട തൈകളുടെ സാപ്ലിങ്സിൻ്റെ ആവറേജ് കാണണം, ശരാശരി കാണണം. അതേപോലെ 5Bത്തെ കുട്ടികൾ നട്ട സാപ്ലിങ്സിൻ്റെ അതായത് തൈകളുടെ ശരാശരിയും കാണണം. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. 5A ആണോ 5B ആണോ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് ആരാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ പേജ് നമ്പർ 23ലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സാപ്ലിങ്സ് 245. ആകെ തൈകളുടെ എണ്ണം എത്രയാണ്? 245. നമ്പർ ഓഫ് ചിൽഡ്രൻ നമ്പർ ഓഫ് ചിൽഡ്രൻ 35. കുട്ടികളുടെ എണ്ണം 35 ആണ്. ഇനി നമ്മൾ ആവറേജ് നമ്പർ ഓഫ് സാപ്ലിങ്സ് ശരാശരി തൈകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. 245 ഡിവൈഡഡ് ബൈ 35. അപ്പം 245നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ആണ്. അപ്പം ആദ്യത്തെ അതായത് 5th Aയിൽ നമ്മൾ കണ്ടുപിടിച്ചു. 5th A ആണിത്. അപ്പോൾ എത്രയാണ്? 7 നമുക്ക് കിട്ടിയത്. 7 ഇനി 7. ഇനി അടുത്തത് എന്താണ്? 5th Bയിൽ നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് സാപ്ലിങ്സ് തൈകളുടെ ആകെ എണ്ണം എത്രയാണ്? 240. 240. നമ്പർ ഓഫ് ചിൽഡ്രൻ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30 ആണ്. ആവറേജ് നമ്പർ എത്രയാണ്? ആവറേജ് കാണാൻ 240 ഡിവൈഡഡ് ബൈ 30. 240 ഡിവൈഡഡ് ബൈ 30 നമുക്ക് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് കിട്ടുന്നത് 240 ഡിവൈഡഡ് ബൈ 30 240 ഡിവൈഡഡ് ബൈ 30 നമുക്ക് 8 ആണ് കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് 8 കിട്ടി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 3 വീടുകളിലെ അംഗങ്ങളുടെ എണ്ണവും 1 മാസം ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവും ചുവടെ കൊടുത്തിരിക്കുന്നു. അംഗങ്ങളുടെ എണ്ണം 6, 18,000 ലിറ്ററാണ് 1 മാസം ഉപയോഗിച്ചത്. 4 അംഗങ്ങളുള്ളവർ 16,000, 5 അംഗങ്ങളുള്ള 16,500. The table shows the number of members and the amount of water used in a month of 3 household. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആവറേജ്. ഏറ്റവും ആവറേജ് എത്രയാണ് യൂസ് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 3 ഹൗസ് ഹോൾഡിൻ്റെ വെള്ളത്തിന്റെ ഉപയോഗം കണ്ടുപിടിക്കണം. 3 എണ്ണം കണ്ടുപിടിക്കണം അല്ലേ? ഫസ്റ്റ് ഹൗസ് ഹോൾഡ് ആദ്യത്തെ വീട്ടുകാരുടെ ഉപയോഗം നമുക്ക് നോക്കാം. വാട്ടർ യൂസ്ഡ് ഇൻ എ മന്ത് 1 മാസത്തിൽ ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ് എത്രയാണ്? ആദ്യത്തേത് 18,000 ലിറ്റർ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അവിടെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. അപ്പൊ 18,000 ഡിവൈഡഡ് ബൈ 6. അപ്പൊ 18,000 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ 6 എന്ന് പറയുമ്പം 3 ആണ്. അപ്പം 18. പിന്നെ നമ്മൾ 30 ഉണ്ട്, അത് നമ്മൾ അങ്ങോട്ട് എടുത്തു. അപ്പം എത്രയാണ്? 3000 ലിറ്റർ, അതായത് 3000 ലിറ്റർ ആണ് ആദ്യത്തെ വീട്ടുകാർ ഉപയോഗിച്ചത്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ഹൗസ് ഹോൾഡ് വാട്ടർ യൂസ്ഡ് ഇൻ എ മന്ത് 1 മാസത്തിൽ ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ്
16,000 16,000 ലിറ്റർ. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അംഗങ്ങളുടെ എണ്ണം 4. അപ്പോൾ നമുക്ക് ആവറേജ് കാണാൻ 16,000/4. 16,000/4 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് 16. പിന്നെ 3 zeros നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ എത്രയാണ് അവരുടെ ഉപയോഗം? എത്രയാണ്? 4,000 ലിറ്റർ ആണ്. 4,000 ലിറ്റർ ആണ് അവർ ഉപയോഗിച്ചത്. ഇനി നമുക്ക് കാണേണ്ടത് മൂന്നാമത്തെ ഹൗസ് ഹോൾഡ് ആണ്. മറ്റേ വീട്ടുകാർ ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ് 16,500 ലിറ്റേഴ്സ്. ഓക്കെ, എത്രയാണ് അവരുപയോഗിച്ച വെള്ളത്തിന്റെ അളവ്? എത്രയാണ്? 16,500. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പർ അംഗങ്ങളുടെ ആകെ എണ്ണം 5 ആണ്, 5 ആണ്. ഇനി നമ്മൾ ആവറേജ് കാണണം. അപ്പം 16,500 ഡിവൈഡഡ് ബൈ 5. അപ്പൊ ഇവിടെ 3 ആണ്, ഇവിടെ 15 ഇട്ടു, ഇവിടെ 5. അപ്പൊ അഗെയിൻ 3 ഇട്ട് 3 × 5 53 ഗുണിക്കണം 5 15. ഇനി 2 zeros ഉണ്ട്, അത് നമ്മൾ ഇവിടെ ഇട്ടു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3,300 ലിറ്റർ. അപ്പൊ ഫസ്റ്റ് ഹൗസ് ഹോൾഡ് എത്രയാണ്? ഫസ്റ്റ് ഹൗസ് ഹോൾഡ് എത്രയാണ് ഉപയോഗിച്ചത്? ഫസ്റ്റ് ഹൗസ് ഹോൾഡ് 3000. ആദ്യത്തെ ഹൗസ് ഹോൾഡ് 3000, പിന്നെ രണ്ടാമത്തേത് 4000, മൂന്നാമത്തെ ആള് 3,300 ലിറ്റർ. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഏതാണ്? സെക്കൻഡ് ഹൗസ് ഹോൾഡ് ആണ്. രണ്ടാമത്തെ വീട്ടുകാരാണ് 4,000 ലിറ്റർ ഉപയോഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ പേജ് 23-ലെ 2 പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത പേജിലെ പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.